ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ മീൽ. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു വെജിറ്റേറിയൻ വിഭവമാണ്. മാത്രമല്ല വളരെ നാടനായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു സീസണിൽ, അതായത് ചക്ക, മാങ്ങ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ പച്ചച്ചക്ക കൊണ്ടൊരു വിഭവമാണ് ചെയ്യുന്നത്. വളരെ നാടനായിട്ടുള്ളൊരു അവിയൽ, പച്ചച്ചക്ക അവിയൽ. അപ്പോൾ ചക്ക അവിയൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതൊക്കെ ഇങ്ങനെ ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചച്ചക്ക 25 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ചക്കക്കുരു 15 എണ്ണം നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, തേങ്ങ ചിരകിയത് 1.5 കപ്പ്, പച്ചമുളക് 4 ഇടത്തരം, ജീരകം 3/4 ടീസ്പൂൺ, വെളുത്തുള്ളി 4 ചെറിയ അല്ലി, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പച്ചമാങ്ങ 4 നീളത്തിലുള്ള കഷ്ണങ്ങൾ, മുരിങ്ങയ്ക്ക 1 എണ്ണം കഷ്ണങ്ങളാക്കിയത്, തൊണ്ടൻ മുളക് 2 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 2 തണ്ട്, വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, വെള്ളം 1.5 കപ്പ്. അപ്പോൾ ചക്ക അവിയൽ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിന് വേണ്ട അരപ്പ് റെഡിയാക്കി വെക്കണം. അപ്പോൾ 1.5 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പോൾ ഏകദേശം ഒരു വലിയ തേങ്ങയാണെങ്കിൽ അരമുറി മതി, ചെറുതാണെങ്കിൽ അരമുറി ഒരല്പവും കൂടി. അത് ചിരകിയതിൻ്റെ കൂടെ ഒരു 4 പച്ചമുളക്, ഇടത്തരം പച്ചമുളകാണെങ്കിൽ 4, വലുതാണെങ്കിൽ 5, ഒരു 3 ആയാലും കുഴപ്പമില്ല. എന്നാലും എരിവ് വേണം എന്നുള്ളവർക്ക് ശരിക്കും 4 വലിയ പച്ചമുളകായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ചെറിയ നാടൻ വെളുത്തുള്ളി, ചൈനീസ് അല്ല, ചൈന വെളുത്തുള്ളി വേണ്ട, നമ്മുടെ നാടൻ വെളുത്തുള്ളി ഒരു 4 അല്ലി. പിന്നെ ജീരകം ഏതാണ്ടൊരു 3/4 ടീസ്പൂണോളം നല്ല ജീരകം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരല്പം കൂടി ഇടാം, 1/4 മുതൽ ഏതാണ്ട് ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഒരല്പം കൂടി. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് ഒരു അവിയലിൻ്റെ പാകത്തിന് ഒന്ന് അരച്ചെടുക്കണം. അരകല്ലിൽ വെച്ച് അരച്ചാൽ ഏറ്റവും നല്ലത്. ഒന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ മിക്സിയോ ചെറിയ ബൗളിൽ വെച്ച് അരച്ചാലും മതി. അതായത് തോരൻ്റെ പാകത്തിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് അരയണം. തോരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചതച്ചെടുക്കുകയുള്ളൂ തേങ്ങ. ഇത് ഇച്ചിരി കൂടെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. അതാണ് അവിയലിൻ്റെ ഒരു പാകം. അപ്പോൾ ഇതാദ്യമേ ഒന്ന് ചതച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിരിക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഒന്ന് ചതച്ചത്. ഇങ്ങനെ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ വേണമെങ്കിലും ചതച്ചെടുക്കാം, അതല്ലെങ്കിൽ മുഴുവനോടെ അവസാനം ഇട്ടാലും മതി. എന്തായാലും ചതയ്ക്കുന്ന കൂട്ടത്തിലും ഇടാം, അവസാനം ഒരു ഭംഗിക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു പൊടിക്കൈ പോലെയും ലാസ്റ്റ് കറിവേപ്പില മുഴുവനോടെ ഇടാം. എന്തായാലും അരപ്പ് ഇവിടെ റെഡിയാണ്, ഒരു സൈഡിലേക്ക് വെക്കാം. ഇനി നമ്മൾ അടുപ്പ് കത്തിച്ച കഷ്ണങ്ങൾ വേകാനായിട്ട് വെക്കണം. ചൂട് കെട്ടുള്ളൊരു പാത്രം, അതിലേക്ക് ചക്കയുടെ കഷ്ണങ്ങൾ. ഇതൊരു 25 പച്ച ചക്കയാണ്. അകത്തെ കുരു മാറ്റിയിട്ട് നീളത്തിലുള്ള പീസായിട്ട് മുറിച്ച്, കുറച്ച് വീതിയുള്ള നീളത്തിലുള്ള പീസ്, വളരെ നേരിയതായിട്ട് നമ്മൾ ചിപ്സിന് വറുക്കുന്ന പോലെ അത്രയും കനം കുറച്ചല്ല, കുറച്ചുകൂടെ വീതിയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അതിനോടൊപ്പം മുരിങ്ങയ്ക്ക, ഒരു മുരിങ്ങയ്ക്ക അതും നീളത്തിൽ മുറിച്ചത്. ഇത് 2 ഓപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ചക്ക അവിയൽ തന്നെ 2 രീതിയിൽ വെക്കും. ചക്ക മാത്രം, ചക്കയും ചക്കക്കുരുവും കൊണ്ട് മാത്രവും ചക്ക അവിയൽ ഉണ്ടാക്കും. പിന്നെ അതിന് വേറെ ഒന്നും ചേർക്കില്ല, അതിൽ അരപ്പ് മാത്രം ഇട്ട് അങ്ങനെ ചെയ്യും. അല്ലാത്തൊരു മെത്തേഡാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഈ ഒരു രീതി എന്ന് പറഞ്ഞാൽ മുരിങ്ങയ്ക്ക ഉണ്ടാകും, പിന്നെ അത് ചക്കക്കുരു ഒരു 15 ചക്കക്കുരു അതും നീളത്തിലൊക്കെ അരിഞ്ഞത്, കനം കുറച്ച്, പിന്നെ ഒരല്പം പുളിയും കൂടി നമ്മളിതിൽ കൊടുക്കും. അതായത് പച്ചമാങ്ങ ഒരു പുളിക്ക് ആവശ്യമായത് 2 3 കഷ്ണം. അതിൻ്റെ കൂടെ തൊണ്ടൻ മുളക് ഒരു 2, സാമ്പാർ മുളകാണ്, അത് 2 ഇനി ഒരു വെള്ളം, ഇത് വേകാൻ ആവശ്യമാണ് ഏതാണ്ടൊരു 1.5 കപ്പോളം വെള്ളം, ഒരല്പം ഉപ്പും കൂടി ചേർക്കും. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കഴിഞ്ഞു. ഇനി പാത്രം ഒന്ന് അടച്ചിടാം. എന്നിട്ട് ഒരു തിള വന്നു കഴിയുമ്പോൾ തീ ഒരല്പം കുറച്ച് കൊടുക്കുക. എന്നിട്ട് ആ ചൂടും ആവിയും എല്ലാം കൊണ്ടും ഇത് വേകണം. എന്നിട്ട് ഏകദേശം അതിൻ്റെ ചാറ് വറ്റി കഴിയാറാകുമ്പോൾ നമ്മൾ അരപ്പും കൂടി ചേർക്കും. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ടാവും. ഏതാണ്ട് ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇപ്പോൾ മുരിങ്ങയ്ക്കെല്ലാം വെന്ത് വരുന്ന ആ ഒരു മണമുണ്ടല്ലോ, അതിങ്ങനെ ശരിക്കും വരുന്നുണ്ട്. പിന്നെ അടപ്പ് തുറന്ന് നോക്കാം. കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ചക്കയുടെ കഷ്ണം, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, മാങ്ങ, മുളക് എല്ലാം. കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, വളരെ കുറച്ച് വെള്ളം. ഇനി ഇതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ്, അരപ്പ് ചേർത്ത് നമ്മൾക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. തട്ടിപ്പൊത്തി വെക്കുക പറഞ്ഞാൽ ഇങ്ങനെ, അതൊരു നാടൻ പദപ്രയോഗമാണ്. ഇതിങ്ങനെ പച്ചക്കറികളെല്ലാം അതിൻ്റെ മുകളിലേക്ക്, അത് ഈ അവിയലിൻ്റെ ഒരു പ്രധാന കാര്യമാണ്. ഇനി ഇതിൻ്റെ ആവി കൊണ്ട് ആണ്, അല്ലെങ്കിൽ ആവി വെച്ചിട്ടാണ് ഇത്
ബാക്കി ഈ അരപ്പൊന്ന് വേകേണ്ടത്. അപ്പോൾ അരപ്പിൻ്റെ ആ പച്ച ചുവ മാറും. അപ്പോൾ ചെറിയ തീയിലേക്ക് മാറ്റും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് സമയം കഴിഞ്ഞു. നമ്മൾ അരപ്പ് വെച്ചിട്ട് ഇങ്ങനെ തട്ടിപ്പൊട്ടി വെച്ചിരിക്കുമായിരുന്നു. ഇനി അടപ്പ് തുറന്ന് നോക്കാം. ശരിക്കും അരപ്പെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് കാര്യം എന്താണ്? പച്ച വെളിച്ചെണ്ണ. അതൊരു ടേബിൾ സ്പൂൺ, 1-1.5 ടേബിൾ സ്പൂണോ പച്ച വെളിച്ചെണ്ണ. അതാണ് അതിൻ്റെ ഏറ്റവും അവസാനം ചേർക്കുന്ന കാര്യം. അതാണ് അതിൻ്റെ രുചി. ലാസ്റ്റ് രുചി തരുന്ന കാര്യം അതാണ്. പിന്നെ കറിവേപ്പില ചതച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞില്ല, അവസാനം നമ്മൾക്ക് 2 തണ്ട് ഇങ്ങനെ മുഴുവനെ ഇടാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് അടച്ചിടണം. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാത്രമേ ഇത് അനക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യം കഴിഞ്ഞു. ഇനി ഒരു 2 മിനിറ്റ്, അത് കഴിഞ്ഞാൽ 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ നമ്മുടെ നാടൻ വിഭവമായ ചക്ക അവിയലിവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും ചക്കയും മാങ്ങയും ഉള്ള ഒരു സീസണാണ് നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് ആവുന്നു.